കുറെ കാറ്റാടിക്കഴകൾ കുഴിച്ചിട്ട് കുറച്ചു പലകകൾ നിരത്തി നിളയ്ക്കു കുറുകെ ഒരു നടപ്പാലം. 10 500 1000 സംഖ്യകൾ, കുറച്ചു പൂജാരിമാർ. അവർ വിളക്ക് കത്തിച്ചുവച്ചു. പൂജ ചെയ്യും. അധികം കൊട്ടിഘോഷിക്കാത്ത ഒരു കേരള കുംഭമേള മഹാമാഘം തീരും. ഗംഗാമാതാവിന്റെ തീരങ്ങളിൽ നിറംപകിട്ടോടുകൂടി സന്തോഷ് ശിവന്റെ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നത് പോലെയുള്ള ഒരു ആരതി ഇവിടെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? കൂടിപ്പോയാൽ 5000 ആൾക്കാര് മാത്രം. 10-20 ദിവസം കൊണ്ട് വന്നുപോകും എന്നു കരുതിയ കേരള കുംഭമേളയ്ക്ക് ദിവസവും ലക്ഷങ്ങൾ വന്നുപോകുന്നത് നിങ്ങൾ കണ്ടോ? കാശിയിലും ഋഷികേശിലും ഒക്കെ നടക്കുന്ന ഗംഗാ ആരതി ഇവിടെ മലപ്പുറത്ത് അതേ പകിട്ടോടുകൂടി ഇവിടെ ഉണ്ടാകും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? ആരാണ് മുൻപ് 250 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മാമാങ്കം പുനർനിർമ്മിച്ചത്? ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ 10,000-കണക്കിന് കോടി മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന കുംഭമേളയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ, ഇവിടെ കേരളത്തിൽ മലപ്പുറത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു ഹൈന്ദവ മേള സംഘടിപ്പിച്ചതും അത് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും വരാതെ ഏറ്റവും വൃത്തിയായി നടപ്പിൽ വരുത്തുന്നതും ആരൊക്കെയാണ്? കഴിഞ്ഞുപോയ വിജയദശമി നാളുകളിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ അങ്ങ് കാമാഖ്യ വരെയും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പദസഞ്ചലനങ്ങൾ നടക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? അങ്ങ് യുപിയിൽ രാമജന്മഭൂമിയിൽ 500 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഉത്സവങ്ങളും ദീപാവലിയും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ? 400 വർഷങ്ങൾ കാശിയിലും വന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? അതിജീവനത്തിന്റെ 1000 വർഷങ്ങൾ അങ്ങ് പടിഞ്ഞാറ് തീരത്ത് സോമനാഥിൽ ആഘോഷിക്കപ്പെട്ടത് ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ്. ഈ മഹാരാജ്യം അതിന്റെ സ്വത്വം വീണ്ടെടുക്കുകയാണ്. ഇതിൽ ഭക്തി മാത്രമല്ല, രാഷ്ട്രീയവും വ്യക്തമായിട്ടുണ്ട്. ഇത്രകാലം ജാതി പറഞ്ഞ് ഇവരെ ഭിന്നിപ്പിച്ചു നിർത്തിയവരെ അവർ ജാതി നോക്കാതെ തിരുനാവായയിൽ കൂടിയെങ്കിൽ അവർ അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തിൽ കൂടി ഒന്നിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 2047 എന്നൊരു ലക്ഷ്യം നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ മറികടക്കാൻ കഴിയുന്നവർ തന്നെയാണ് ഈ പറഞ്ഞതിന്റെ എല്ലാം പിന്നിൽ. കൊന്നും കൊള്ളിവച്ചും കൊള്ളയടിച്ചും ബലാത്സംഗം ചെയ്തും ഭീകരതയുടെ മരണത്തിന്റെ മുന്നിൽ നിർത്തി മരണവേദനയുടെ സ്വധർമ്മം ഉപേക്ഷിക്കേണ്ടി വന്നവർ, അവരുടെ പിൻതലമുറക്കാർ ഇന്ന് അവരുടെ സ്വത്വം തിരിച്ചറിയുകയും അപമാനത്തിന്റെ വൈദേശിക വിഴുപ്പുപാണ്ഡം വലിച്ചെറിയാൻ തയ്യാറാകുന്ന നാളുകൾ അതിവിദൂരമല്ല. അതും ഇവിടെ തന്നെ സംഭവിക്കും.